ഒരു ബിൽഡിങ്ങിന്റെ താഴത്തെ നിലയെ നമ്മൾ മലയാളത്തില് ആദ്യ നിലയെന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ എന്ത് പറയും? ഫസ്റ്റ് ഫ്ലോർ എന്നാണോ പറയുന്നത്? ഉത്തരം അറിയാവുന്നവര് കൈവക്കിക്കേ. ഉത്തരം അറിയാവുന്നവര് കൈവക്കുന്നേ. ഞാനാണ് പ്രശാന്ത്. ഞാനാണ് ഈ ക്ലാസ്സിലെ ആവറേജ് ബോയ്. പ്രശാന്ത്, നിനക്കറിയാവോ? ഇനിറ്റ് പറ. സാറേ, ഇംഗ്ലീഷ് ആദ്യ നില ഗ്രൗണ്ട് ഫ്ലോർ എന്നും രണ്ടാമത്തെ നില ഫസ്റ്റ് ഫ്ലോർ എന്നാ പറയുന്നത്. കറക്റ്റ് ഉത്തരം. എല്ലാരും കൈയടിക്കേ. പഠിത്തത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ഞാനൊരു ആവറേജ് ആണ്. ഈ സന്ദർഭം കണ്ടില്ലേ? പഠിപ്പുകൾക്ക് പറയാൻ പറ്റാത്ത ഉത്തരം വരെ ഞാൻ പറഞ്ഞു. അടുത്തൊരു കുസൃതി ചോദ്യമാണ്. 1 കിലോ പഞ്ഞിക്കാണോ അതോ 1 കിലോ സ്റ്റീലിനാണോ വെയിറ്റ് ഉള്ളത്? ഞങ്ങളെ പോലുള്ള ആവറേജ് കുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും മുകളിലോട്ടും പോകാം. സാറേ, അത് സ്റ്റീലിനാ വെയിറ്റ് കൂടുതൽ. പൊട്ടൻ. ഉത്തരം തെറ്റാ. അവിടെ ഇരി. ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ പൊട്ടനുമാകും. ഞങ്ങളുടെ പഠന രീതി ബാക്കിയുള്ളവരെ പോലല്ല. സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പഠിക്കാനറിയാം. പക്ഷെ എനിക്ക് മൂഡില്ലെങ്കിൽ എനിക്ക് നല്ലതായിട്ട് അലമ്പാനും അറിയാം. ഈ എക്സാമിന് ഇവന് ഇച്ചിരി മാർക്ക് കുറവാ. കുഴപ്പമൊന്നുമില്ല, അടുത്ത എക്സാമിന് അവൻ ക്ലിയർ ചെയ്തോളും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ചെറിയ മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവന് പറ്റും, അവനെ കൊണ്ട് സാധിക്കും. അങ്ങനത്തെ ഒരു പയ്യനാണ്. ഇനി 2 മാർക്ക് കൂടിയാലോ? നല്ല മാർക്ക് കൂടുതലുണ്ട്. കഴിഞ്ഞ എക്സാമിനുകളിൽ സൂപ്പർ മാർക്കാണ് അവന്. നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ കൂട്ടൊന്നും അല്ല. നടുക്കിരുന്നാൾ എന്താ, നല്ല പഠിക്കുന്ന പയ്യനാ. മാർക്ക് കൂടിയാലും കുറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാകാത്ത ഞങ്ങളെ പോലുള്ള ആവറേജ് സ്റ്റുഡൻസിനാണ്. എടാ, എന്നെയും കൂടെ ഒന്ന് ആവറേജ് കൈ ആക്കിത്താടാ, കഷ്ടമുണ്ട്. നീ മിഡിൽ ബെഞ്ച് ഇരുന്നപ്പോ തന്നെ നീ ഒരു ആവറേജ് കൈ. ആനയുടെ ബുദ്ധിയും കുറുക്കന്റെ കൗശലവും പുലിയുടെ ശ്രദ്ധയും ഓന്തിന്റെ നിറമാറ്റവും ഇതൊക്കെയാണ് വേണ്ടത്. എന്നെ പോലുള്ള ഒരു ആവറേജ് കൈയാണ്. എന്നെ കൂട്ടായിക്കഴിഞ്ഞാലേ മിനിമം ഭാവിയിൽ ഒരു MLA. പഠിപ്പുകൾക്ക് പഠിക്കാൻ സമയമില്ല, അപ്പോഴാണ് പെൺപിള്ളാരോട് തല്ലപിച്ച് കിടക്കുന്നത്. ബാക്ക് ബെഞ്ചേഴ്സ് ആണെങ്കിൽ സിഗ്മയും, പിന്നുള്ളത് ഞങ്ങളാ ആവറേജ് ഗൈസ്. ഞങ്ങൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ പെൺപിള്ളാരെ കിട്ടും. കലോത്സവത്തിലേക്ക് ആർക്കെങ്കിലും പേര് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ പേര് നൽകണം കേട്ടോ. സാറേ, ലളിതഗാനത്തിന് എന്റെ പേര് വേണ്ട. നീയാണ് ക്ലാസ് ടോപ്പർ. ഈ ക്ലാസ്സിൽ ഫുൾ A+ നിനക്ക് കിട്ടാൻ പോവാ. അപ്പൊ നീ വേറെ ഒന്നിനും പോകണ്ട, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. കലോത്സവത്തിന് വേറെ ആരെങ്കിലും ഒക്കെ പൊക്കോളും. നീ പഠിത്തത്തിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നിനകത്ത് പോകണ്ട കേട്ടോ. സാറേ, എനിക്ക് ചേരണം. കഴിഞ്ഞ വർഷം നീ അവനും കൂടെ നാടകത്തിന്റെ റിഹേഴ്സലിൽ പോയിട്ടുണ്ടാക്കിയ പുകില് ഇതുവരെയും തീർന്നിട്ടില്ല. നീ ഒന്നും എവിടെയും പോകുന്നില്ല. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീക്ക് റിഹേഴ്സലാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ഇട്ട് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ലോ. നടക്കത്തില്ല. അവിടെ ഇരുന്നു മോൻ അവിടെ ഇരുന്നു. ഇനി സാറിന്റെ അടുത്ത ഡയലോഗ് ഒന്ന് പോയി ചോദിക്കും. പ്രശാന്തേ, നീ എന്തിനെങ്കിലും ചേര്. നിനക്ക് എല്ലാത്തിനും അത്യാവശ്യം ആവറേജ് മാർക്ക് ഉള്ളതല്ലയോ. അപ്പൊ നിനക്ക് അത്യാവശ്യം ഒരു A+ഓ കിട്ടണമെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടും ഈ കലോത്സവത്തിന് പോയി കഴിഞ്ഞാല്. അപ്പൊ നിനക്ക് മാർക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം A+ലോട്ടൊക്കെ കയറാനും പറ്റും. ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാറേ, മൊണ്ണേ അവിടെ ഇല്ല ഇവിടെ ഇല്ല, കംപ്ലീറ്റ് മൊണ്ണ. എന്തുവാടാ, തുണ്ടുവെല്ലാം വെച്ച് എഴുതുവാന്നോ? എന്നെ കൊണ്ടുവന്നോട്ടാ. പിടിച്ചോളാം നിന്നെയൊക്കെ. പരീക്ഷ സമയത്ത് ബാക്ക് ബെഞ്ചേഴ്സിന്റെ പുറകെ എടുക്കും വിറ്റുണ്ടോന്ന് പറഞ്ഞ സാറന്മാര്. പക്ഷെ ഞങ്ങളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ വിറ്റ്. ആവറേജ് കൈയായിട്ടുള്ള ഞങ്ങൾക്ക് വേറെ ഗുണമാണ്. പ്രശാന്തേ, എടി എനിക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് എഴുതരാടി. പക്ഷെ സമയം കിട്ടിയില്ല, കളിക്കാൻ പോയതുകൊണ്ട് സമയം കിട്ടില്ല. എന്റെ ലവറില്ല ചക്രം മുത്തല്ലേ ഒന്ന് എഴുതാടി. എഴുതിത്തരാം. ഇത്രയും ഫെസിലിറ്റിയെ പഠിപ്പിക്കുക പോലും കിട്ടത്തില്ല. പഠിപ്പുകൾക്ക് ഫ്രണ്ട് ബെഞ്ച്, ഉഴപ്പന്മാർക്ക് ബാക്ക് ബെഞ്ച്, ഞങ്ങളെ പോലുള്ളവർക്ക് മിഡിൽ ബെഞ്ച്. മലയാളത്തിന്റെ പരീക്ഷയുടെ പേപ്പർ വന്നിട്ടുണ്ട്. പ്രശാന്തിന് 50-ൽ 10. ഇപ്പൊ എനിക്ക് മാർക്ക് കുറവാണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എന്റെ നന്മന്മാർ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്.
അളിയ മാറി പോകുന്ന കളിയ കുഴപ്പമില്ല, അടുത്ത പരീക്ഷയ്ക്ക് വാങ്ങിക്കാൻ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് 2 ഉണ്ട്. ഇവനെന്നെ ചോദിച്ച ഇവന് 3 ഉണ്ട്. ഞാൻ കൊച്ചിന് എഴുതി വെച്ച് എനിക്ക് മാറി കിട്ടിയ എന്തായാലും തോറ്റ് ഇനിയെങ്ങാണ് എനിക്ക് 50-45 കിട്ടിയ കൈയിട്. അങ്ങോട്ട് മാറിയേ, അങ്ങോട്ട് മാറാ, അങ്ങോട്ട് മാറിയേ. എടാ അഭിനന്ദേ, ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞുതരാം അവിടെ. എടാ ഇതും കൂടെ കിട്ടിയായിരുന്നു എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയാനെ. എടാ ഒന്ന് പറഞ്ഞേടാ, അടുത്ത പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള. ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്നില്ലയോ? ഒന്നാണെങ്കിൽ പോടെ ഇറക്കി, എനിക്ക് പഠിക്കാനുള്ളത്. ചുമ്മാ ഗ്രൗണ്ടിലൊക്കെ വിളിച്ചോണ്ട് പോകുന്നത്. എടാ പോടാ, പോയത് പോലെ പഠിക്കും. എടാ അഭിനന്ദേ, ഞാൻ നിന്റെ കൂടെ വന്നിരുന്നോട്ടെ, നമുക്ക് ഒരുമിച്ച് പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അല്ലടാ അവനുണ്ടോ? എന്നാലും ഞാൻ വന്നിരുന്നോട്ടെ. എടാ നമുക്ക് ഒരുമിച്ച് പഠിച്ച് കഷ്ടപ്പെടണ്ടായോ? 2 ദിവസത്തേക്കേ ഉള്ളൂ. എടാ നീ മിഡിൽ ബെഞ്ചറിനെയൊക്കെ എന്തിനാ വിളിക്കുന്നത്? നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സാ, നമ്മൾ മാത്രം മതി. ഇവരെല്ലാരും തമ്മിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഉള്ളത്. മാർക്ക് കുറഞ്ഞാൽ ബാക്കിൽ പോയിരിക്കും, മാർക്ക് കൂടിയ ഫ്രണ്ടിൽ പോയിരിക്കും. എടാ നിന്റെ അസൈൻമെന്റ് ഇങ്ങോട്ട് തരാം. അവിടെ പറ്റത്തില്ല, തരാം. സോറി. എടാ ഞാനില്ലോടെ ചോദിക്കുന്നേ. തരാം, പക്ഷെ ബാക്ക് ബെഞ്ചേഴ്സിന് കൊടുക്കരുത്. ഇല്ല ഇവറ്റകൾക്ക് ഞങ്ങളെ ഭയങ്കര വിശ്വാസമാണ്. ഇവന്മാർക്കല്ല എമണ്ട പണി കൊടുക്കുമെങ്കിലും ഈ ക്ലാസ്സിൽ ഏറ്റവും ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ളത് എനിക്കാണ്. ഫ്രണ്ട് ഇരിക്കുന്ന പഠിപ്പിയുടെ പേപ്പർ ബാക്കിലോട്ട് പോകണമെങ്കിൽ ഇടനിലക്കാരനായ ഞാൻ വേണം. സാറേ എന്ത് പ്രശ്നം? സാറേ നമ്മുടെ ബാക്ക് ബെഞ്ച് ഇരിക്കുന്നവരുടെ ബാഗിലെ സിഗരറ്റ് ഇരിക്കുന്നു സാറേ. സിഗരറ്റോ? സിഗരറ്റ് തന്നെയാണോ? ഞാൻ കണ്ടോ സാറേ, അതിന്റെ കൂടെ ഒരു CD കൂടെ കണ്ടു. ഏത് പടത്തിന്റെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. CD? പക്ഷെ നീല കളറുള്ള അതാന്ന് തോന്നുന്നു സാറേ. പിന്നെ ഒരു കൊച്ചു പുസ്തകം കൂടെ ഉണ്ട് സാറേ. ഉറപ്പാണോ? വൃത്തിയായിട്ട പടമുള്ള ഞാൻ കണ്ടു സാറേ. സാറ് വന്നു നോക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം ക്ലാസ്സിന് ശകുനി പഠിപ്പിക്കണമെന്നല്ലേ. എന്നാലല്ല, ഞങ്ങളെ പോലുള്ള ആവറേജ് സ്റ്റുഡൻസ് ആണ് ഏറ്റവും വലിയ ശകുനി. നിഷയുടെ തലയ്ക്ക് തന്നെയാണോ വീണത്? നിഷയുടെ തലയ്ക്ക് തന്നെ ഉറപ്പാണോ? സത്യം. ഞാൻ ഒരു പ്രശ്നമുണ്ട്. എന്തു? എടാ ആ പഠിപ്പിയുണ്ടല്ലോ, നിങ്ങളുടെ ഈ ഫോണുണ്ട് CD ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സാറിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. എടാ അവന്റെ സ്ഥിരമുള്ള പരിപാടി ഇത്. എടാ അവൻ എന്തിനാടാ ഞങ്ങളുടെ കാര്യം പോയി പറയുന്നത്? അത് എടാ നിങ്ങളെന്തോ ചോദിച്ചപ്പോഴോ അവനെന്തോ പറഞ്ഞപ്പോഴെങ്ങാണ്ട് കൊടുത്തില്ലെന്നോ തന്നില്ലെന്നോ ഒക്കെ പറയുന്ന കേട്ടോ. അതിന്റെ എന്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇനിയിപ്പം കൊലപാതകം നടക്കും. നീ ഞങ്ങളുടെ കാര്യം സാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കടാ. പഠിപ്പിയുടെ കൈ ഒടിഞ്ഞു. ഇനി അവന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ 1ാം സ്ഥാനം വരാൻ പോകുന്ന ആരാ? ആവറേജ് ബോയ് ആയ പ്രശാന്ത്.